സുഹൃത്തേ, നിങ്ങൾ ഏതൊരു ഫീൽഡിൽ ജോലി ചെയ്യുകയാണെങ്കിലും ആ ഫീൽഡിൽ സക്സസ്ഫുള്ളായിട്ട് മാറണമെങ്കിൽ പ്രധാനമായിട്ടും നിങ്ങൾക്ക് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നിങ്ങളുടെ ടെക്നിക്കൽ സ്കിൽ, രണ്ടാമതായിട്ട് നിങ്ങളുടെ സോഷ്യൽ സ്കിൽ. നിങ്ങളുടെ 20% ടെക്നിക്കൽ സ്കില്ല് നിങ്ങളെ ഒരു പരിധി വരെ മാത്രമാണ് ഹെൽപ്പ് ചെയ്യുകയുള്ളൂ. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ സക്സസ്ഫുൾ ആക്കുന്നത് നിങ്ങളുടെ 80% സോഷ്യൽ സ്കിൽസാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് മറ്റുള്ള ആളുകളുമായിട്ട് ഡീൽ ചെയ്യാനുള്ള നിങ്ങളുടെ കഴിവ്, മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുവാനും അവർ നിങ്ങളെ ഇഷ്ടപ്പെടാനും നിങ്ങളെ സഹായിക്കുന്ന ലളിതമായ 10 വഴികളുണ്ട്. ഇതിനായിട്ട് നിങ്ങൾ വായിച്ചിരിക്കേണ്ട മനോഹരമായ ഒരു പുസ്തകമാണ് ഡെയിൽ കാർണഗി എഴുതിയ ഹൗ ടു വിൻ ഫ്രണ്ട്സ് ആൻഡ് ഇൻഫ്ലുവൻസ് പീപ്പിൾ. ലോകമെമ്പാടും കോടിക്കണക്കിന് കോപ്പികൾ വിറ്റഴിക്കപ്പെട്ട പുസ്തകം. ഇത് മലയാളത്തിലും ലഭ്യമാണ്. ഇത് വായിക്കാനും സ്വന്തമാക്കാനും താല്പര്യമുള്ള ആളുകൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആമസോണിലൂടെ നിങ്ങൾക്ക് ഇന്ന് തന്നെ ഈ പുസ്തകം സ്വന്തമാക്കാവുന്നതാണ്. ഇനി നമുക്ക് മറ്റുള്ളവരെ നിങ്ങളിലേക്ക് ആകർഷിക്കുവാനും അവർ നിങ്ങളെ ഇഷ്ടപ്പെടാനും നിങ്ങളെ സഹായിക്കുന്ന ലളിതമായ 10 വഴികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, പഠിക്കുക, മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. റൂൾ നമ്പർ 1: ഡോണ്ട് ക്രിട്ടിസൈസ്, ഇറ്റ് ഈസ് ഡേഞ്ചറസ്. സുഹൃത്തെ, നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇന്നു മുതൽ ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഓപ്പണായിട്ട് ആരെയും ക്രിട്ടിസൈസ് ചെയ്യരുത്, അല്ലെങ്കിൽ കുറ്റപ്പെടുത്തരുത്. ചിലപ്പോൾ നിങ്ങളുടെ ആത്മാർത്ഥ സുഹൃത്തോ ജീവിത പങ്കാളിയോ ആണെങ്കിൽ പോലും അവരെ വല്ലാണ്ട് വേദനിപ്പിക്കും. ഒരാളെ ക്രിട്ടിസൈസ് ചെയ്തതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ല, ഉപദ്രവമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. മുഖത്ത് നോക്കി നീ ചെയ്തത് ശരിയല്ല, നിനക്ക് എന്നോട് ചോദിച്ചിട്ട് ചെയ്താൽ പോരെ, നിനക്കതിനുള്ള കഴിവില്ല, അറിയാവുന്ന പണിക്ക് പോയാൽ പോരെ, ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് ആരും അവരുടെ ബിഹേവിയർ മാറ്റിയതായിട്ടുള്ള ഒരു ചരിത്രവും ഇല്ല. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഇമോഷണൽ ക്രീച്ചേഴ്സാണ്. നിങ്ങൾ പറയുന്ന ആ ഒരു കാര്യം കൊണ്ട് നിങ്ങളുടെ സുഹൃത്തിന് ദേഷ്യം വന്നുവെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യം എത്ര കറക്റ്റായ വിഷയമാണെങ്കിൽ പോലും അവരത് കേൾക്കില്ല. നമ്മൾ ഒരാളെ മുഖത്ത് നോക്കിയിട്ട് കുറ്റപ്പെടുത്തുമ്പോൾ അവർ നന്നാവാനൊന്നും പോകുന്നില്ല. അവർ അവരുടെ തെറ്റിനെ എന്ത് വില കൊടുത്തും ന്യായീകരിക്കും. അവരുടെ ഈഗോ ആണ് അവിടെ ഹർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അവർ നിങ്ങളെ മോശക്കാരനാക്കാൻ ശ്രമിക്കും. മറ്റുള്ളവരെ വിമർശിക്കാൻ വലിയ ക്വാളിറ്റി ഒന്നും വേണ്ട. വിമർശിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരെ നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി നമ്മളിൽ ഒരാളായി കണ്ട് സെൽഫ് കൺട്രോളും ക്യാരക്ടേഴ്സും നമുക്ക് വേണം. എപ്പോഴും വിമർശിക്കുന്ന മാനേജറുടെ കൂടെയുള്ള ജോലിക്കാരേക്കാളും എപ്പോഴും അപ്രിഷ്യേറ്റ് ചെയ്യുന്ന മാനേജറുടെ കൂടെയുള്ള ജോലിക്കാരാണ് യഥാർത്ഥ റിസൾട്ട് കൊണ്ടുവരുന്നത് എന്ന് മനസ്സിലാക്കുക. റൂൾ നമ്പർ 2: ആൾവേസ് കീപ് യുവർ സ്മൈൽ. പുഞ്ചിരി നമുക്ക് ദൈവം തന്ന ഒരു അമൂല്യമായ അനുഗ്രഹമാണ്. ഒരു കുഞ്ഞ് നമ്മളെ നോക്കി ചിരിച്ചാൽ എത്ര മനോവിഷമമുള്ള ആളാണെങ്കിൽ പോലും തിരിച്ച് ഒരു നിമിഷം അങ്ങോട്ട് നോക്കി നമ്മൾ ചിരിക്കും, ഇല്ലേ? എപ്പോഴും പുഞ്ചിരി തൂകുന്ന ആളുകളുമായിട്ട് സംസാരിക്കാൻ ആരും താല്പര്യപ്പെടും. ജീവിതത്തിൽ ചിരിക്കാൻ മറന്നുപോയവരൊക്കെ ഉണ്ടാകും. ചിരിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ കഷ്ടപ്പെട്ട് ചിരിക്കാൻ ശ്രമിക്കുക. സന്തോഷവാനാണെന്ന് നിങ്ങൾ സ്വയം കരുതുക. കാലം കൂടുന്തോറും ചിരിക്കുന്നത് കൊണ്ട് സന്തോഷവാനാക്കാൻ കഴിയും. നിങ്ങളുടെ മുഖത്ത് എപ്പോഴും പുഞ്ചിരി തൂകുന്ന ഒരു വ്യക്തിയായിട്ട് മാറുക. റൂൾ നമ്പർ 3: ആക്സെപ്റ്റ് യുവർ മിസ്റ്റേക്ക് ക്വിക്ക്ലി. സുഹൃത്തെ, നമുക്ക് ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്താം. നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ ചെയ്തു പോയാൽ ആ തെറ്റിനെ അക്സെപ്റ്റ് ചെയ്യുക, ക്ഷമ ചോദിക്കുക. ഈ ലോകത്ത് എല്ലാവരും തെറ്റ് ചെയ്യും. നിങ്ങൾ അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്ത തെറ്റിനുണ്ടായ കാരണം മനസ്സിലാക്കി അവർക്ക് വേണ്ടി പറ്റുമെങ്കിൽ അന്ന് തന്നെ ഒരു ഫേവർ ചെയ്തു കൊടുക്കുക. എത്രയും പെട്ടെന്ന് ആ തെറ്റ് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഇന്നു മുതൽ തയ്യാറാകണം. ക്ഷമ ചോദിക്കുമ്പോൾ അത് ഹൃദയത്തിൽ നിന്നുള്ളതായിരിക്കണം. നിങ്ങൾ സിൻസിയർ ആണെന്ന് അവർക്ക് ഫീൽ ചെയ്യണം. റൂൾ നമ്പർ 4: ജെനുവിൻലി അപ്രിഷിയേറ്റ് അതേഴ്സ്. അതായത് നമ്മൾ ചെയ്ത ജോലിക്ക് അപ്രിസിയേഷൻ കിട്ടണമെന്ന് എല്ലാവരും ആഗ്രഹിക്കും. അങ്ങനെ ഒരു അപ്രിസിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടുള്ള ജോലിയാണെങ്കിൽ പോലും നമ്മളത് സന്തോഷത്തോടെ ചെയ്തു തീർക്കും. ഏതൊരു വ്യക്തി ചെയ്യുന്ന ചെറുതോ വലുതോ ആയ ഏതൊരു കാര്യത്തിനാണെങ്കിൽ പോലും ഹൃദയത്തിൽ നിന്ന് നിങ്ങൾ ഇന്നു മുതൽ അപ്രിഷ്യേറ്റ് ചെയ്യുക. ഗുഡ് ജോബ് എന്നൊരു സിമ്പിൾ വാക്ക് മാത്രം പറഞ്ഞാൽ മതി.
ഹോണസ്റ്റായിട്ട് സിൻസിയറായിട്ട് നിങ്ങൾ ഇന്നു മുതൽ എല്ലാവരെയും അപ്രിഷ്യേറ്റ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാകണം. എന്നാൽ മാത്രമാണ് നിങ്ങളുടെ കൂടെ ജോലി ചെയ്യാനും നിങ്ങൾക്കായിട്ട് ആത്മാർത്ഥമായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾ തയ്യാറാവുകയുള്ളൂ. ഒരാൾ തൻ്റെ കഴിവ് കണ്ട് നല്ല 2 വാക്ക് പറയണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അങ്ങനെ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അമേരിക്കയിൽ നടന്നിട്ടുള്ള ഒരു ഡിവോഴ്സ് ചെയ്ത ദമ്പതിമാരിൽ നടത്തിയ ഒരു പഠനമുണ്ട്. അതിലെ ഭർത്താക്കന്മാർ ഒരിക്കൽ പോലും അപ്രിഷ്യേറ്റ് ചെയ്തിട്ടില്ല എന്ന് ഭാര്യമാർ പറയുന്നു. പക്ഷേ കുറ്റപ്പെടുത്തലുകൾക്ക് ഒരു കുറവുമില്ല. ഭക്ഷണം നന്നായിട്ടുണ്ടെന്ന് നിങ്ങളുടെ അമ്മയോട് പറയുമ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന സന്തോഷം എത്ര വലുതാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇനി റൂൾ നമ്പർ 5, ബി ജെനുവിൻലി ഇൻട്രസ്റ്റഡ് ഇൻ അതർ പീപ്പിൾ. നിങ്ങളിപ്പോൾ ആരെയെങ്കിലും പുതുതായിട്ട് ഇന്ന് മീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് തന്നെ സ്വയം പുകഴ്ത്തി, എനിക്കെല്ലാം അറിയാം, ഞാനതൊക്കെ പണ്ടേ ചെയ്തതാ, ഞാൻ കൈവെക്കാത്ത ഏരിയ ഇല്ല, ഇങ്ങനെയൊക്കെ പറയുന്നത് പകരം അവർ പറയുന്നത് നന്നായിട്ട് ലിസൺ ചെയ്യുക. എല്ലാവരും അവരുടെ പെർസ്പെക്റ്റീവിൽ അവർ തന്നെയാണ് ഹീറോ. നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് നല്ല ബന്ധം ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ അറിയണം നിങ്ങൾ അവരുടെ കാര്യത്തിൽ ഇൻട്രസ്റ്റഡ് ആണ് എന്നത്. അവരെന്തെങ്കിലും നിങ്ങൾക്ക് അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. എന്നിട്ട് അവരോട് ചോദിക്കുക, നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ഞാൻ ഒരുപാട് പഠിക്കാൻ ആഗ്രഹിച്ചതാണ്, എനിക്കതിനെക്കുറിച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു തരുമോ, അല്ലെങ്കിൽ പഠിപ്പിച്ചു തരുമോ? ഇങ്ങനെ ജെനുവിനായിട്ടുള്ള നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുക. ഇനി റൂൾ നമ്പർ 6, ബി എ ഗുഡ് ലിസണർ, എൻകറേജ് അതേഴ്സ് ടോക്ക് അബൌട്ട് ദംസെൽഫ്. സുഹൃത്തെ, ഇന്ന് മുതൽ നിങ്ങൾ ആരുമായിട്ട് സംസാരിക്കുകയാണെങ്കിലും 25% മാത്രമേ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ. 75% നന്നായിട്ട് ലിസൺ ചെയ്യുക. കൂടുതൽ ആളുകളും മറ്റുള്ളവരുടെ സ്റ്റോറി കേൾക്കാൻ വലിയ താല്പര്യമൊന്നും കാണില്ല. എന്നാലും അവർക്ക് വേണ്ടത് അവരുടെ കാര്യങ്ങൾ കേൾക്കാനുള്ള നല്ല ഒരു ലിസണറെയാണ്. അവർ പറയുന്നത് മറ്റുള്ളവർ കേൾക്കുക, അത്രയേ ഉള്ളൂ. സത്യത്തിൽ നല്ലൊരു കോൺവെർസേഷണലിസ്റ്റ് ആകാനുള്ള സൂത്രം ഇതാണ്. അടുത്ത് നിൽക്കുന്ന ആളുകൾ നമ്മൾ കൊടുക്കുന്ന വലിയ കോംപ്ലിമെൻ്റ് ഇത് മാത്രമാണ് കേട്ടോ. അവർ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ വേണം എന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യുന്നതിലല്ല ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ സിൻസിയർ ആയിരിക്കണം, ജെനുവിൻ ആയിരിക്കണം. അങ്ങനെയെങ്കിൽ 2 വർഷം കൊണ്ട് ലഭിക്കേണ്ട സുഹൃത്തുക്കളെ 2 മാസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ കഴിയും. ഇനി റൂൾ നമ്പർ 7, ടോക്ക് ഇൻ ടേംസ് ഓഫ് അതർ പേഴ്സൺസ് ഇൻട്രസ്റ്റ്. അതായത് ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഏറ്റവും വലിയ സൂത്രം എന്ന് പറയുന്നത് അവർക്ക് ഏത് വിഷയത്തിലാണോ ഇൻട്രസ്റ്റ് ആ വിഷയത്തിൽ നിങ്ങൾ സംസാരിച്ച് തുടങ്ങുക. എല്ലാ ലീഡേഴ്സും ഇന്ന് ലോകത്ത് പയറ്റി തെളിയിച്ച് വിജയിച്ച ഒരു തന്ത്രമാണിത്. ലീഡേഴ്സ് നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടില്ലേ, അവർക്കിഷ്ടമുള്ള കാര്യത്തെക്കുറിച്ചല്ല ആദ്യം സംസാരിക്കുക. നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തെക്കുറിച്ച് അവർ സംസാരിച്ചു തുടങ്ങും. പതിയെ പതിയെ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മളോട് പറയും. നമ്മൾ കാണാൻ പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുക. അവരുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലാക്കുക. അവർക്കിഷ്ടപ്പെട്ട സബ്ജക്റ്റിൽ നിങ്ങൾ കൂടുതൽ പോയിന്റുകൾ നിങ്ങളുടെ കയ്യിൽ കരുതുക. ഇനി റൂൾ നമ്പർ 8, റിമെമ്പർ ദാറ്റ് എ പേഴ്സൺസ് നെയിം ഈസ് ടു ദാറ്റ് പേഴ്സൺ ദ സ്വീറ്റസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൗണ്ട് ഇൻ എനി ലാംഗ്വേജ്. അതായത് പേരുകൾ നിങ്ങൾ മറക്കാതിരുന്നാൽ ബന്ധങ്ങൾ ഊഷ്മളമാക്കാം. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചേക്കാം. ഒരു വ്യക്തിക്ക് ഈ ഭൂമുഖത്ത് ഏറ്റവും മധുരമേറിയ സ്വരം എന്ന് പറയുന്നത് ആളുടെ സ്വന്തം പേര് തന്നെയാണ്. മധുരമായിട്ട് നിങ്ങൾ പേര് ചൊല്ലി വിളിക്കുന്നുവെങ്കിൽ ഒരു വ്യക്തിയോട് അവന് അദൃശ്യമായ ഒരു ആത്മബന്ധം അനുഭവപ്പെടുന്നു. നിങ്ങൾ ഇന്നു മുതൽ ഒരു വ്യക്തിയെ പരിചയപ്പെടുമ്പോൾ അവരുടെ പേരുകൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഒരിക്കലും മറക്കാതിരിക്കുക ആ പേരുകൾ. ഇനി റൂൾ നമ്പർ 9, ഷോ റെസ്പെക്ട് ഫോർ അതർ പേഴ്സൺസ് ഒപ്പീനിയൻ, നെവർ സേ യു ആർ റോങ്. ഇന്നു മുതൽ നിങ്ങൾ ആരുടെയെങ്കിലും ഒരു അഭിപ്രായങ്ങൾ അവർ പറയുമ്പോൾ അവരുടെ മുഖത്തടിച്ച പോലെ നോ പറയാതിരിക്കുക. അവരുടെ അഭിപ്രായങ്ങളെ റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കുക. ഈ ലോകത്ത് മനുഷ്യരിൽ ഭൂരിഭാഗവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരുടെ ഇമോഷൻ അനുസരിച്ചാണ്.
ലോജിക്കൊക്കെ നോക്കി കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ കുറച്ച് പേര് മാത്രമാണ്. അവർക്ക് ആ കാര്യം ചെയ്യുന്നത് അവരുടെ ഈഗോക്ക് വേണ്ടിയും അവരുടെ പ്രൈഡിന് വേണ്ടിയും മാത്രമാണ്. അപ്പോൾ നമ്മൾ അവരെ ക്രിറ്റിസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുമ്പോൾ അത് അവരെ ഇമോഷണലി ബാധിക്കും. റൂൾ നമ്പർ 10, ലെറ്റ് അതർ പേഴ്സൺ ഫീൽ ദാറ്റ് ദ ഐഡിയ ഈസ് ഹിസ് ഓർ ഹെർ. അതായത് ആരെങ്കിലും ഒരു നല്ല ആശയം പറഞ്ഞ് അത് വിജയിച്ചു കഴിഞ്ഞാൽ അത് താനാണ് ആദ്യം പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് ക്രെഡിറ്റ് ഒന്നും അടിച്ചു മാറ്റരുത്. അങ്ങനെയുള്ള ആളുകൾ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരിക്കും. ഇന്നു മുതൽ ആരെങ്കിലും ഒരു അഭിപ്രായം പറയുമ്പോൾ അല്ലെങ്കിൽ നല്ലൊരു ആശയം പറയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് അവർക്ക് തന്നെ കൊടുക്കുക. നമ്മൾ ഇതുവരെ മനസ്സിലാക്കിയ കാര്യങ്ങൾ നോക്കാം. റൂൾ നമ്പർ 1, ഡോണ്ട് ക്രിട്ടിസൈസ്, ഇറ്റ്സ് ഡേഞ്ചറസ്. റൂൾ നമ്പർ 2, ആൾവേസ് കീപ് യുവർ സ്മൈൽ. റൂൾ നമ്പർ 3, അക്സെപ്റ്റ് യുവർ മിസ്റ്റേക്ക് ക്വിക്ക്ലി. റൂൾ നമ്പർ 4, സിൻസിയർലി അപ്രീഷിയേറ്റ് അതേഴ്സ്. റൂൾ നമ്പർ 5, ബി ജെനുവിൻലി ഇൻട്രസ്റ്റഡ് ഇൻ അതർ പീപ്പിൾ. റൂൾ നമ്പർ 6, ബി എ ഗുഡ് ലിസണർ, എൻകറേജ് അതേഴ്സ് ടു ടോക്ക് അബൌട്ട് ദംസെൽഫ്. റൂൾ നമ്പർ 7, ടോക്ക് ഇൻ ടേംസ് ഓഫ് അതർ പേഴ്സൺസ് ഇൻട്രസ്റ്റ്. റൂൾ നമ്പർ 8, റിമെമ്പർ ദെയർ നെയിം. Rule number 9, show respect for other person's opinion. Never say you are wrong. Rule number 10, let other person feel that the idea is his or her. സുഹൃത്തെ, ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണിത്. ഇത് ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെ അവൈലബിൾ ആണ്. ഇത് വായിക്കാനും സ്വന്തമാക്കാനും താല്പര്യമുള്ള ആളുകൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ഇന്ന് തന്നെ പുസ്തകം സ്വന്തമാക്കാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശാന്തിയും സമാധാനവും സന്തോഷവും നിറഞ്ഞ നല്ലൊരു ദിവസം സമ്മാനിച്ചുകൊണ്ട്